ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും. റുബി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ എന്തിനാണ് വന്നിക്കണേ? കുറച്ച് കാര്യങ്ങൾ പറയാനും പിന്നെ ഒരു പാട്ട് പാടാനാണ് കേട്ടോ. ആദ്യം നമുക്ക് പാട്ട് പാടിയല്ലോ. നീ പാടിക്കാതെ. കാത്തു 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 നിന്നു, നോക്കി 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 നിന്നു, പണ്ടാര ഊരിനടി പണ്ടാര പൂവിരിന പൂഴാണിന്ന്. ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനമാണ്. ആരു പറഞ്ഞു കാറ്റേ നീ വീശിരുതിപ്പൂക്കാരെ, നീ പേരുരിപ്പൂ ആരോമത്തൂണിലെന്റെ ജീവനിരിപ്പൂ. കസവിന്റെ തട്ട വിട്ട് വെള്ളിയരഞ്ഞാണ വിട്ട് പൊന്നിന്റെ കുലുക്കുമിട്ടൊ മഞ്ചത്തി കൂന്താലി പൊരിൽ മത്തി. നേരാണേ നമ്മുടെ കൊച്ചി, ഇത് നമ്മുടെ മുത്താണേ, പറയാനുണ്ടോ നമ്മുടെ കൊച്ചി, കഥ ചൊല്ലാം പലതാണേ. വെയിൽ ചില്ല പൂക്കും നാളി കളി തൊട്ടിലാടി കിളി നൊന്തു തുമ്പീവാ തുമ്പക്കിടത്തി തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കിടത്തി തുഞ്ചത്തായി ഊഞ്ഞാലിടാം. എത്രയോ ജന്മമാർ നിന്നെ ഞാൻ നീ ഇടുന്നു. കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുരുവികളെ, കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിട്ടിക്കുരുവികളെ. ചാന്ത് പൊട്ടും ചങ്കിയെത്തും ചാത്തി വേണേ മുല്ലരിപ്പൻ നിന്നെ കാണും ഊരി വരികൾ മനസ്സിൽ നീ സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ, നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. മതി ഇനി മതി മതി കഴിയാം. എന്താടി അത് ബാക്കിയും പാടാടി. നമ്മള് ഓരോ പാടിയല്ലേ കോപ്പറേറ്റ് വന്ന് നമ്മൾ വിളിച്ചിരിക്കും. ഞങ്ങൾ ഒരു പാട്ട് പാടിയതുണ്ടോ ഗൈസ്, കോപ്പിറൈറ്റ് കിട്ടിയപ്പോ അപ്പൊ ഞങ്ങൾ അടിപൊളി ഡ്രസ്സിങ് ഞങ്ങള് 1K അടിച്ചതിന്റെ സെലിബ്രേഷൻ പോലെ പാടിയിരുന്നത്. പക്ഷെ എല്ലാം പാടിപ്പോയി ഗൈസ്. പണ്ടാതെ യൂട്യൂബ് ചാനൽ ഞങ്ങളെ ചീത്ത പറഞ്ഞു. അതാണ് പറയുന്നത്. കഥ പറഞ്ഞുതരാം. ഈ കൈ കേൾക്കാൻ പറ്റും. ഇതില്ലേ എൻ്റെ അമ്മാൻ്റെ ചെറുപ്പശ്ശേരിന്ന് കാട്ടി ഡോക്ടറിന് കാട്ടിയതാ. എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ആ ഡോക്ടർ പറഞ്ഞു 5 കൊല്ലത്തിന് എന്താ ഈ കയ്യില് ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടെ ഒരാഴ്ച പോലും കയ്യിലൊന്നുമില്ല. ഇത് കണ്ടോ, നേരെ സൂം ചെയ്ത് കണ്ടോട്ടാ. ഇതൊക്കെ ഇവിടെ എന്താ കമ്പി തുളച്ച് കയറി വന്നു. എന്നിട്ട് അവര് നമ്മളടുത്ത് പറഞ്ഞത് ഇതൊരിക്കലും ശരിയാ, നേരെ ആയിട്ട് നിന്നോളും. പക്ഷെ ഒരാഴ്ചയും കൊണ്ട് ആ കമ്പി പുറത്ത് കണ്ടു വന്നു. എത്ര കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് ചെയ്തെന്നറിയോ. ഞങ്ങളോട് ഇങ്ങനെ ചതി അവർക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നിട്ട് അയാൾ പറയാൻ എൻ്റെ കയ്യിൽ നിൽക്കാത്തതെന്ന്. നിങ്ങളൊരു കാര്യം കേൾക്കണോ? എൻ്റെ ഈ കൈ ഇവിടെ ഉണ്ട് കമ്പി, ഇവിടെ ഉണ്ട് കമ്പി, ഈ കൈൻ്റെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ പല്ല. അത് അയാൾ നമ്മളെ എന്താ അങ്ങനെ പുറത്തിന് ചെയ്തോണ്ട് എന്നിട്ട് അയാൾ അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് അയാൾ മുങ്ങി. എന്നിട്ട് കുറേ പേരൊക്കെ പോയിട്ടു. സങ്കടമൊന്നുമില്ല, പക്ഷെ നിറയെ വയ്യാൻ സഹിച്ചോളൂ. എന്താ പറയുന്നത്? മണിപ്പാല് പോയിട്ട് പറയാ ഏത് പൊട്ട ഡോക്ടറാണ് ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങള് ചെറുതായിട്ട് ഡോക്ടറിനെ പറ്റിക്ക. ഞാൻ ഇവിടുന്ന് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെയായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ കാണിക്കാണ്ടിരിക്കാൻ കാരണം എന്താ വെച്ചാല് ഞങ്ങക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങോട്ട് കൈ ഇൻഫെക്ഷൻ അടിച്ചെന്ന് പറഞ്ഞവര്. ഇങ്ങോട്ട് വേണം പിന്നെ സർജറി ചെയ്ത് എന്റെ കൈയിട്ട് ഈ കയ്യില് ഫുള്ള് ഇൻഫെക്ഷൻ ആയ പോലെയായിരുന്നു. എന്നിട്ട് ബ്ലാക്ക് കൈ ഇങ്ങനെ എന്താ കറുപ്പ് കളറായിട്ട് ഈ കൈ ഇങ്ങനെ ചിലൊക്കെ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല ഡോക്ടർ അടുത്ത് നാട്ടിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ചെയ്തില്ല.
അതാണെങ്കിൽ പക്ഷെ ഡോക്ടർ അത് കണ്ടുപിടിച്ചത് അവിടെ തന്നെ നാട്ടിൽ നിന്ന് ചെയ്ത ഡോക്ടർ കണ്ടുപിടിച്ചു. പക്ഷെ ഞങ്ങളത് ഡോക്ടറിനോട് പറഞ്ഞപ്പോ ഡോക്ടറിന് ദേഷ്യം വന്നു. കാരണം എന്താ വെച്ചാല് ഇവളെ ഇൻഫെക്ഷൻ അടിച്ചുകൊണ്ട് ഇവൾക്ക് ഡോക്ടറിന് നല്ല കാര്യമാണ്. ഡോക്ടർക്ക് ഇവളെ നല്ല ഇഷ്ടമാണ്. നിങ്ങൾ ഒരു വട്ടം നടന്ന് കാണിച്ചപ്പോ ഡോക്ടർ കരയെ വരെ ചെയ്താണ്. എന്താ വെച്ചാ ആദ്യമായിട്ട് നടന്നപ്പോ അവളുടെ ഇവള് നടക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ എന്താ പറയാ അതൊക്കെ നിന്നു വിട്ട. കാരണം ഞാൻ വീണു ഈ കാലല്ലേ ഈ കാലിക്കില്ലേ ഇതായപ്പോ നിലത്തേക്ക് വീണതാ. അപ്പൊ 4 പൊട്ടലുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ ആയപ്പോ നടക്കാൻ പറ്റാണ്ടായി. പിന്നെ ഗൈസ് നിങ്ങളില്ലേ കൊറേ വന്നിട്ട് നിങ്ങൾ നോക്കുന്നത് അറിയോ? ഞങ്ങളില്ലേ ഞങ്ങൾ സത്യമൊക്കെ പറയും. ഞങ്ങൾ പാലിക്കൂലേ? ഒരു വട്ടം ശരിയായിട്ട് എടുത്താ ഞങ്ങൾ എപ്പോഴും അടിയാണ് ഗൈസ്. അടിയോടടിയാണ്. അപ്പൊ ഞാൻ എങ്ങനെ തോണ്ടും, പിന്നെ അവൾ എങ്ങനെ തോണ്ടും, പിന്നെ ഞാൻ എങ്ങനെ തോണ്ടും, പിന്നെ ഞാൻ മതി മതി അടി എനിക്ക് നല്ല ഇഷ്ടമാണ് ഒത്തിരി ഇവിടെ ഞങ്ങളെ എപ്പോഴും ആശുപത്രി തന്നെയാണ് ഗൈസ്. എന്താ വെച്ചാല് ഞങ്ങക്ക് ഇങ്ങനെ ചുമയും പനിയും ഒക്കെ വന്നിട്ട് ആദ്യം കൊണ്ടുവന്നതാരാ പറയാ ഗൈസ്? എന്റെ അടുത്ത കാലം ഞങ്ങൾക്ക് പനി കൊടുക്കുന്നത് വൈറ്റ് ഫീവർ. എന്നിട്ട് ഞങ്ങൾക്ക് എനിക്ക് വന്നോല്ലോ. ഒരു ദിവസം അവൾക്ക് പനിയായിട്ട് ഞങ്ങൾ റൂമിൽ കിടക്കുകയാണ്. ഞാനും എന്താ ഞങ്ങൾക്ക് 2 റൂമുണ്ട്. ഇവള് പറഞ്ഞിന്നോട് താത്ത മറ്റേ റൂമിൽ പോയി കിടന്നു. ഞാനത് കേൾക്കാണ്ട് കടന്നില്ല. എന്താ പറയാ ഒരു പൊട്ടത്തരം ചെയ്താണ്. അവള് പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാൻ ചെയ്തില്ല. ഞാൻ എന്നിട്ട് അയ്യോ ഓർമ്മിക്കല്ലേ പൊന്നെ, ഭയങ്കര വലിയ പനിയായിരുന്നു. ഒരു അനങ്ങാൻ പറ്റാണ്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് ചോരയില് ഇൻഫെക്ഷൻ അടിച്ചിരിക്കുന്നു. ബ്ലഡ് ഇൻഫെക്ഷൻ. എന്താ വൈറൽ ഫീവറോ? എനിക്ക് വൈറൽ ഫീവർ, വയറ്റിലോ ഇൻഫെക്ഷൻ. അത് രസമുണ്ടായിരുന്നു. ഇമ്മക്കും ഉണ്ടായിരുന്നു പനി, ഇപ്പാക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും പനിക്കൂടുമ്പോ കുടുംബ സംഗമം പനിയായിട്ട് ആശുപത്രി നടത്തിയത് നല്ല രസമാണ് കാണുമ്പോ. അങ്ങനെ ഗൈസിനെ കാണാട്ടെ. എന്റെ വീഡിയോ എടുക്കുന്നത് കാണാനല്ലേ എന്റെ കുഞ്ഞാപ്പി വന്നിട്ട് ഇവിടെ ഇരിക്കി. അതാ പോയി ഇങ്ങനെ ഇരിക്കി. ഞങ്ങളുടെ കൂടെ ഇവിടെ ഇവിടെ നല്ലിരിക്കി. അത് പാട്ട് പാടിത്തരും ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരും. എന്നൊരു പാട്ട് പാടിത്താ. ഈ കുട്ടി ഞങ്ങളുടെ കാക്കൂന്റെ കുട്ടിയാണ് കേട്ടാ. ചെവിയിലല്ലേ ഞാൻ ഉറക്കം പാടി കാണിച്ചു തന്നില്ലേ? അതുപോലെ അത് പോയി നിങ്ങൾക്ക് അങ്ങനൊന്നും പറയണ പോലല്ലേ. എന്റെ അല്ലേ ഇവന് LKG പഠിക്കുന്നത്. ഇന്നുണ്ടല്ലോ ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോഴേ അതെന്തിനാ കാണിച്ചത്? എനിക്ക് ABCD എഴുതി കാണിച്ചു. ഈ ഇംഗ്ലീഷില് ഇയും മലയാളത്തിൽ ഈ ഒരേതല്ലേ എന്നല്ലേ പറയാ. ഇവന് ഇംഗ്ലീഷ് ആണ് മറന്നിട്ട് മലയാളത്തിൽ ഈ കഴിച്ചു നോക്കി. എന്നിട്ട് ഞാനും ചിരിച്ചു. പാട്ട് പാടൂലേ? പാടാണക്കടാ. എനിക്കൊരു കുഞ്ഞനീറ്റി പേര് ഉണ്ണിമോള്. ഉണ്ണിമോളെന്നല്ല കേട്ടോ, വേറെ മോള്. ഇവനാട്ടോ ആദ്യം ഉണ്ണിമോളെ ഉണ്ണിയെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഉണ്ണിമോളെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അതിന്റെ സ്വഭാവം എടുത്ത് കാര്യറിയുന്നത്. പക്ഷെ പാവാ. എനിക്ക് അറിയാം വരും. ഇത് എനിക്ക് തരും. ഒരു വരും ചേട്ടാ എനിക്കില്ല വൈകോ അങ്ങനെ കൊടുക്കൊരുമ്മ എന്നാ കൊടുക്കേ പോട്ടെ. എന്റെ സുന്ദരനാണ് സുന്ദരൻ. ഞങ്ങൾ LKG പഠിക്കലാണെങ്കിൽ നല്ല സ്മാർട്ടാണ്. ഇടയ്ക്കൊരു ദേഷ്യം വന്നോ പിടിച്ചാൽ നമ്മൾ കിട്ടില്ല. അതൊരു പ്രശ്നമുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് വരണ്ടേ? എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാടിക്കുന്നു. ഇഷ്ടപ്പെട്ട ഞാൻ പറയണ്ടല്ലോ എല്ലാം ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കുക. ബൈ.